Hello everyone, welcome back to our 31-day English fluency course. I am very happy to see you all again. If you want to improve your English speaking confidence, communication skills, pronunciation, and fluency, then this course is perfect for you. So, are you ready? Let's begin our today's class. Today's topic is talking about ഡെയിലി റൊട്ടീൻ ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ ദിനചര്യകളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതാണ് നമ്മൾ ഇന്ന് ഇതിൽ പഠിക്കുന്നത്. ദിസ് ലെസൺ വിൽ ഹെൽപ്പ് യു ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി അബൌട്ട് യുവർ എവറിഡേ ആക്ടിവിറ്റീസ് ആൻഡ് ദിസ് ലെസൺ വിൽ ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ആൻഡ് സെൻറ്റൻസ് ഫോർമേഷൻ. Then you build fluency in spoken English and learn useful daily routine expressions. So, I have explained it in two parts. So, this is part 1. So, let's start. So, first thing is proper greeting. Good morning everyone. എല്ലാവർക്കും നമസ്കാരം. Good morning everyone. Today I am going to speak about my daily routine. Today I am going to speak. ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. About എന്ന് പറഞ്ഞാൽ കുറിച്ച്. എന്തിനെക്കുറിച്ച്? My daily routine. എൻ്റെ ദിനചര്യകളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണ്. ഗുഡ് മോർണിംഗ് എവരി വൺ. ടുഡേ ഐ എം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് മൈ ഡെയിലി റൊട്ടീൻ. നമ്മൾ പറയുകയാണ് അതിരാവിലെ ഞാൻ 6 മണിക്ക് എണീക്കും, ഞാൻ പ്രാർത്ഥിക്കും, പിന്നെ എൻ്റെ കിടക്കയൊക്കെ നേരെയാക്കും, പിന്നെ പല്ല് തേച്ച് മുഖം കഴുകി കുളിക്കും, അല്ലേ? നമ്മളിങ്ങനെയാണ് പറയുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. നോക്കൂ, അതിരാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കും. സാധാരണ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കും. ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം? ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6 o'clock ഇൻ ദി മോർണിംഗ്. യൂഷ്വലി സാധാരണ എന്നുള്ള അർത്ഥത്തിൽ. ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6 o'clock ഇൻ ദി മോർണിംഗ്. ഞാൻ 7 മണിക്കാണെങ്കിലോ ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 7 o'clock ഇൻ ദി മോർണിംഗ്. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ ചിലപ്പോൾ നമ്മൾ ഒറ്റ ഓട്ടമൊക്കെ ഓടുന്നവരായിരിക്കും. ചിലപ്പോൾ വാഷ്റൂമിലേക്കോ കിച്ചണിലേക്കോ ഒക്കെ, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് നല്ല ശീലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുക. അപ്പോൾ ആദ്യത്തെ വാചകം എങ്ങനെയായിരുന്നു? ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ ഞാൻ ചെയ്യുന്ന ആദ്യ കാര്യം അതാണ് ഫസ്റ്റ്. ഐ താങ്ക് ഗോഡ്. ഞാൻ ദൈവത്തിന് നന്ദി പറയും. അതാണ് നമ്മുടെ ഏറ്റവും നല്ല വേണ്ട ഒരു കാര്യം. ഐ താങ്ക് ഗോഡ് ആൻഡ് പ്രേ ഫോർ എ ഹാപ്പി ഡേ. അപ്പോൾ ഈ ദിനം സന്തോഷമായിരിക്കാൻ വേണ്ടി ആകാൻ വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു. ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. ഫസ്റ്റ് ഐ താങ്ക് ഗോഡ് ആൻഡ് പ്രേ ഫോർ എ ഹാപ്പി ഡേ. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ പുതപ്പൊക്കെ അടുക്കി വെച്ച് കിടക്കയൊക്കെ വൃത്തിയാക്കും. ദെൻ ഐ ഫോൾഡ് മൈ ബ്ലാങ്കറ്റ്. ഫോൾഡ് മടക്കുക, ബ്ലാങ്കറ്റ് അല്ലേ, ആ പുതപ്പ്. ദെൻ ഐ ഫോൾഡ് മൈ ബ്ലാങ്കറ്റ് ആൻഡ് അറേഞ്ച് മൈ ബെഡ് നീറ്റ്ലി. വൃത്തിയായിട്ട് എടുക്കും. ദെൻ ഐ ഫോൾഡ് മൈ ബ്ലാങ്കറ്റ് ആൻഡ് അറേഞ്ച് മൈ ബെഡ് നീറ്റ്ലി. I usually wake up at 6 o'clock in the morning. First, I thank God and pray for a happy day. Then I fold my blanket and arrange my bed neatly. അതിനുശേഷം, after that, I brush my teeth, wash my face and take a bath. അപ്പം ഞാൻ അതിനുശേഷം എൻ്റെ പല്ല് തേക്കും, മുഖം കഴുകും, പിന്നെ ഒരു കുളിയും പാസ്സാകും. അപ്പം എങ്ങനെ പറയണം? ആഫ്റ്റർ ദാറ്റ്
I brush my teeth, wash my face and take a bath. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഗുഡ് മോർണിംഗ് എവരി വൺ. ടുഡേ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ ഡെയിലി റൊട്ടീൻ. I usually wake up at 6 o'clock in the morning. First, I thank God and pray for a happy day. Then I fold my blanket and arrange my bed neatly. After that, I brush my teeth, wash my face and take a bath. അതിനുശേഷം ഞാൻ യൂണിഫോം ധരിച്ച് തലമുടിയൊക്കെ ചീകി സ്കൂളിൽ പോകാൻ റെഡിയാകും. അതുപോലെ ഞാൻ എൻ്റെ സ്കൂൾ ടൈം ടേബിൾ നോക്കി എനിക്ക് വേണ്ട പുസ്തകങ്ങളും ബുക്കുകളും സ്കെയിലും പെൻസിലും നമ്മുടെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പാത്രവും വെള്ളക്കുപ്പിയൊക്കെ എടുത്തു വെക്കും അല്ലേ. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ അടുത്തതായി നെക്സ്റ്റ് ഞാൻ എൻ്റെ സ്കൂൾ യൂണിഫോം ധരിക്കും. വിയർ എന്ന് പറഞ്ഞാൽ ധരിക്കും. I wear my school uniform, comb my hair, മുടി ചീകുക, comb my hair and get ready for the school. സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവും. അപ്പോൾ എങ്ങനെ പറയണം? നെക്സ്റ്റ് I wear my school uniform, comb my hair and get ready for school. I check my school timetable and pack. പറഞ്ഞാൽ എടുത്തു വെക്കുന്നു അല്ലേ. I check my school timetable and pack the required textbooks എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ലേ. എല്ലാം കൂടി എടുത്തുകൊണ്ട് എല്ലാ ദിവസവും പോകണ്ട. ഓരോ ദിവസവും ടൈം ടേബിൾ അനുസരിച്ചുള്ള ബുക്കുകളും പുസ്തകങ്ങളും എടുത്താൽ മതി അല്ലേ. അപ്പോൾ അതെങ്ങനെ പറഞ്ഞാൽ മതി? I check my school timetable and pack the required textbooks, notebooks, സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതിലാണ് ഇതിലെല്ലാം ഉൾപ്പെടുന്നത്. അതായത് പെൻസിൽസ്, റൂളർ, റൈസർ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നത്, ഷാർപ്നർ, ഇതൊക്കെ ഉൾപ്പെടുന്നത് ഈ സ്റ്റേഷനറി ഐറ്റംസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്നും കൂടെ പറയാം. ഐ ചെക്ക് മൈ സ്കൂൾ ടൈം ടേബിൾ ആൻഡ് പാക്ക് ദ റിക്വയർഡ് ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, സ്റ്റേഷനറി ഐറ്റംസ്, ലഞ്ച് ബോക്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ ഇൻ മൈ ബാഗ്. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ എൻ്റെ യൂണിഫോം ധരിക്കും, മുടിയൊക്കെ ചെയ്യും, സ്കൂളിൽ പോകാൻ തയ്യാറാകും. ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ എൻ്റെ വേണ്ട പുസ്തകങ്ങളും ബുക്കുകളും സ്റ്റേഷനറി ഐറ്റവും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നു. നമുക്കൊരിക്കൽ കൂടി പറയാം. നെക്സ്റ്റ് ഐ വിയർ മൈ സ്കൂൾ യൂണിഫോം, കോം മൈ ഹെയർ ആൻഡ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. I check my school timetable and pack the required textbooks, notebooks, stationery items, lunch box and water bottle in my bag. ഇനി നമ്മൾ പറയുവാണ് ഭക്ഷണം ഒക്കെ കഴിക്കാൻ റെഡിയായി, പക്ഷേ ഭക്ഷണം ആയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുന്നു. പിന്നെ നമ്മൾ അമ്മയുണ്ടാക്കിയ നല്ല ഭക്ഷണം കഴിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ദോശയും ചമ്മന്തിയൊക്കെയാണ് കഴിക്കുന്നത്. ഒരു കപ്പ് ചായയും കുടിക്കും, അല്ലെ പാല് കുടിക്കും. ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അതാണ് ഇനി നമ്മൾ നോക്കുക. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, പ്രഭാത ഭക്ഷണത്തിന് മുമ്പ്. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഐ റിവൈസ് മൈ ലെസൺസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ പാഠങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കും. എങ്ങനെ പറയണ്ടേ? ഐ റിവൈസ് my lessons for a few minutes. Before breakfast, I revise my lessons for a few minutes. Then I eat a healthy breakfast prepared by my mother. എൻ്റെ അമ്മ തയ്യാറാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കുന്നു. Then I eat a healthy breakfast prepared by my mother. I usually eat dosa and chutney and drink a glass of milk. അല്ലെങ്കിൽ നമുക്ക് പറയാം I usually eat idli and sambar and drink a cup of coffee. അല്ലെങ്കിൽ നമുക്ക് പറയാം I usually eat appam and മുട്ടക്കറി, or I usually eat appam and beef curry and drink
എ കപ്പ് ഓഫ് ടീ. അപ്പം ഞാൻ എങ്ങനെ പറയണം, അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ഞാൻ എൻ്റെ പാഠങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് മറിച്ച് നോക്കും. പിന്നെ അമ്മ തയ്യാറാക്കിയ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കും. ഞാൻ സാധാരണ ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ പുട്ടും പഴവും ഒക്കെയാണ് ഞാൻ കഴിക്കുന്നത്, അല്ലേ? ചായയും കുടിക്കുന്നു. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് ഒന്നുകൂടെ പറയാം. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഐ റിവൈസ് മൈ ലെസൺസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ദെൻ ഐ ഈറ്റ് എ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. I usually eat dosa and chutney and drink a cup of tea. അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ആവർത്തിച്ച് പറഞ്ഞാലോ? ആദ്യം മുതൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. Today I am going to talk about my daily routine. I usually wake up at 6 o'clock in the morning. First, I thank God and pray for a happy day. Then I fold my blanket and arrange my bed neatly. After that, I brush my teeth, wash my face and take a bath. Next, I wear my school uniforms, comb my hair and get ready for school. I check my school timetable and pack the required textbooks, notebooks, stationery items, lunch box and water bottle in my bag. Before breakfast, I revise my lessons for a few minutes. Then I eat a healthy breakfast prepared by my mother. I usually eat dosa and chutney and drink a cup of tea. ഇനി നമ്മൾ ഭക്ഷണ ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിനൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ എന്താ ചെയ്യേണ്ടത്? പപ്പയോടും മമ്മിയോടും ഒക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് പോകണം, അല്ലേ? എന്നിട്ട് നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ വേണ്ടി പോകും. അപ്പോൾ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലേ, ആ ഭക്ഷണത്തിന് ശേഷം, പ്രഭാത ഭക്ഷണത്തിന് ശേഷം. അപ്പോൾ പറയണം, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടേക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് മൈ പേരൻസ്. ഞാൻ എൻ്റെ പേരൻസിനോട്, ആ പേരൻസിൻ്റെ അടുത്ത് ഒരു അനുഗ്രഹം മേടിക്കും, അല്ലേ? നമ്മൾ ഏത് വഴിക്ക് ഇറങ്ങുമ്പോഴും അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണെങ്കിൽ ഇതൊരു അനുഗ്രഹമാണ്, അല്ലേ? അപ്പോൾ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടേക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് മൈ പേരൻസ് ആൻഡ് സേ ഗുഡ് ബൈ ടു ദം. ഞാൻ പോകുക കേട്ടോ, പോയിട്ട് വരാമെന്ന് പറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടേക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് മൈ പേരൻസ് ആൻഡ് സേ ഗുഡ് ബൈ ടു ദം. Then I walk to bus stop. Then I walk to the bus stop with my mom or with my siblings or with my friends. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ അമ്മയോട്, സഹോദരങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകും. After breakfast, I take the blessings of my parents and say goodbye to them. Then I walk to the bus stop with my mom and siblings. അത്രയും നമ്മൾ പറഞ്ഞ് അത് നിർത്തുന്നു. ഇനി ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഞാൻ ബസ്സിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇനി ബസ് വരുമ്പോൾ ഞാൻ അകത്ത് കയറി ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഇരിക്കുന്നു. പിന്നീട് ഞാൻ അവരോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകും. അപ്പോൾ നമുക്കിതെങ്ങനെ പറയാം? നോക്കൂ, ഐ വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ സ്കൂൾ ബസ്. I wait patiently, ക്ഷമയോടെ, patiently for the school bus. When the bus arrives, ബസ് വരുമ്പോൾ I get into the bus. ഞാൻ ബസ്സിലേക്ക് കയറുന്നു. When the bus arrives, I get into the bus and sit with my friends. എൻ്റെ കൂട്ടുകാർക്കൊപ്പം പോയി ഞാൻ ഇരിക്കുന്നു. I wait patiently for the school bus. When the bus arrives, I get into the bus and sit with my friends. ഡ്യൂറിങ് ദി ജേർണി, ആ യാത്രയുടെ നേരത്ത്, അല്ലേ, ആ ഒരു സ്കൂളിലേക്കുള്ള യാത്രയുടെ നേരത്ത് വി ടോക്ക് ആൻഡ് ലാഫ് ടുഗെദർ. അപ്പം എങ്ങനെയാണ് പറയണ്ടേ? ഡ്യൂറിങ് ദി ജേർണി വി ടോക്ക് ആൻഡ് ലാഫ് ടുഗെദർ. ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്നു, ചിരിക്കുന്നു.
അപ്പോൾ എങ്ങനെ പറയാം? ബസ് സ്റ്റോപ്പിൽ പോയി ഞാൻ ക്ഷമയോടെ നിൽക്കണം അല്ലേ? എങ്ങനെ പറയാം? ഐ വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ബസ്, സ്കൂൾ ബസ്. വെൻ ദ ബസ് അറൈവ്സ് ഐ ഗെറ്റ് ഇൻ ടു ദ ബസ് ആൻഡ് സിറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഡ്യൂറിങ് ദ ജേർണി വി ടോക്ക് ആൻഡ് ലാഫ് ടുഗെദർ. അപ്പോൾ നമ്മളങ്ങനെ സ്കൂളിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ കറക്റ്റ് സമയത്ത്, ശരിയായിട്ടുള്ള സമയത്ത് ഞാൻ സ്കൂളിലെത്തി. ഞാൻ എൻ്റെ അധ്യാപകരെയും കൂട്ടുകാരെയൊക്കെ ഒന്ന് അഭിവാദ്യം ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ ഞാൻ എൻ്റെ ബാഗൊക്കെ വെച്ചു. ഞാൻ എൻ്റെ അസംബ്ലിക്ക് വേണ്ടി റെഡിയായി. അസംബ്ലിയുടെ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് നിന്നു. ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി, പ്രതിജ്ഞ ചൊല്ലി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും അതുപോലെ വാർത്തകളുമൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുകയാണ്. പറയുവാണ്, ഞാൻ കറക്റ്റ് സമയത്ത് സ്കൂളിലെത്തി. എങ്ങനെ പറയാം? ഐ റീച്ച് സ്കൂൾ ഓൺ ടൈം. എങ്ങനെ പറയട്ടെ? ഐ റീച്ച് സ്കൂൾ ഓൺ ടൈം. ഐ റീച്ച് സ്കൂൾ ഓൺ ടൈം ആൻഡ് ഗ്രീറ്റ്. പിന്നെ ഞാൻ എന്താ ചെയ്തു? അഭിവാദ്യം ചെയ്തു. ആരെയാ? എൻ്റെ ടീച്ചറിനെയും കൂട്ടുകാരെയും. അപ്പം എങ്ങനെ പറയാം? ഐ റീച്ച് സ്കൂൾ ഓൺ ടൈം ആൻഡ് ഗ്രീറ്റ് മൈ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. നല്ലൊരു പുഞ്ചിരിയോടെ ഞാൻ സ്വീകരിച്ചെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എങ്ങനെ പറയാം? ഐ റീച്ച് സ്കൂൾ ഓൺ ടൈം ആൻഡ് ഗ്രീറ്റ് മൈ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് വിത്ത് എ സ്മൈൽ. ഞാൻ എൻ്റെ ക്ലാസ് റൂമിലേക്ക് വന്നു. ദെൻ ഐ ഗോ ടു മൈ ക്ലാസ് റൂം, സിറ്റ് അറ്റ് മൈ ഡെസ്ക്. സിറ്റ് അറ്റ് മൈ ഡെസ്ക്, എൻ്റെ ഡെസ്കിലിരിക്കുന്നു. അങ്ങനെ പറയണ്ട, സിറ്റ് അറ്റ് മൈ ഡെസ്ക്. ദെൻ ഐ ഗോ ടു മൈ ക്ലാസ് റൂം, സിറ്റ് അറ്റ് മൈ ഡെസ്ക് ആൻഡ് പ്രിപ്പയർ ഫോർ ദി മോർണിംഗ് അസംബ്ലി. അപ്പം രാവിലെ അസംബ്ലി ഉണ്ട്, അതിനു വേണ്ടി ഞാൻ തയ്യാറെടുക്കുന്നു. ദെൻ ഐ ഗോ ടു മൈ ക്ലാസ് റൂം, സിറ്റ് അറ്റ് മൈ ഡെസ്ക് ആൻഡ് പ്രിപ്പയർ ഫോർ ദി മോർണിംഗ് അസംബ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞു യാത്രയുടെ നേരത്തെ, അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അല്ലെ, ഡ്യൂറിങ് ദ ജേർണി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അസംബ്ലിയുടെ സമയത്തെന്ന് പറയാൻ വേണ്ടി വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നു ഡ്യൂറിങ് ദ അസംബ്ലി. ഡ്യൂറിങ് ദി അസംബ്ലി ഐ സ്റ്റാൻഡ് ഇൻ ലൈൻ വിത്ത് മൈ ക്ലാസ്മേറ്റ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു ലൈനിൽ നിന്നു. എങ്ങനെ പറയണ്ടേ? ഡ്യൂറിങ് ദി അസംബ്ലി ഐ സ്റ്റാൻഡ് ഇൻ ലൈൻ വിത്ത് മൈ ക്ലാസ്മേറ്റ്സ്. Then we say the prayer, we offer the prayer, we take the pledge and listen to the news and announcements. We say the prayer, take pledge and listen to the news and announcement. അപ്പം ലിസൺ ന്യൂസ് എന്നല്ല, ലിസൺ ടു ദ ന്യൂസ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ്. ഇനി അസംബ്ലിക്ക് ശേഷം, ആഫ്റ്റർ ദ അസംബ്ലി വി റിട്ടേൺ ടു അവർ ക്ലാസ് റൂം. ഞങ്ങൾ തിരിച്ച് പോകുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഐ റീച്ച് സ്കൂൾ ഓൺ ടൈം, ഐ ഗ്രീറ്റ് മൈ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് വിത്ത് എ സ്മൈൽ. ദെൻ ഐ ഗോ ടു മൈ ക്ലാസ് റൂം, സിറ്റ് അറ്റ് മൈ ഡെസ്ക് ആൻഡ് പ്രിപ്പയർ ഫോർ ദി മോർണിംഗ് അസംബ്ലി. During the morning assembly, I stand in a line with my classmates. We say prayer, we offer prayer, take pledge, and listen to the news and announcements. Then we return to our classroom. After the assembly, we return to our classroom. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലേക്ക് മടങ്ങി പോകുന്നു. ഇനി ക്ലാസ് റൂമിലായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറിച്ച് വെക്കും. അതുപോലെ ടീച്ചേഴ്സ് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റികളിലൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയണം. അപ്പോൾ അതെങ്ങനെ പറഞ്ഞു തുടങ്ങണം? ക്ലാസ് റൂമിൽ, അതാണ് പറയുക, ഇൻ ദ ക്ലാസ് റൂം, ഇൻ ദ ക്ലാസ് റൂം, ഇൻ ദ ക്ലാസ് റൂം. ഈ ടീച്ചേഴ്സിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു. ഐ ലിസൺ കെയർഫുള്ളി ടു മൈ ടീച്ചേഴ്സ്. ഇൻ ദ ക്ലാസ് റൂം ഐ ലിസൺ കെയർഫുള്ളി ടു മൈ ടീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ മൈ നോട്ട്ബുക്ക്. ഇൻ ദ ക്ലാസ് റൂം I listen carefully to my teachers and write important points in my notebook. I try to answer the questions asked by our teachers and actively participate in classroom activities. ഞാൻ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുന്നു അല്ലേ? I try to answer the questions asked by teachers and actively participate.
actively participate in classroom activities. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളൊന്ന് പറയാം. In the classroom, I listen carefully and write important points in my notebook. അപ്പോൾ എങ്ങനെയാണ് പറയണ്ടേ? In the classroom, I listen carefully to my teachers and write important points in my notebook. I try to answer the questions asked by our teachers and actively participate in classroom activities. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. Good morning everyone. Today I am going to talk about my daily routine. I usually wake up at 6 o'clock in the morning. First, I thank God and pray for a happy day. Then I fold my blanket and arrange my bed neatly. After that, I brush my teeth, wash my face and take a bath. Next, I wear my uniform, comb my hair and get ready for school. I check my school timetable and pack the required textbooks, notebooks, stationery items, lunch box and water bottle in my bag. Before breakfast, I revise my lessons for a few minutes. Then I eat a healthy breakfast prepared by my mother. I usually eat dosa and chutney and drink a cup of tea. After breakfast, I take the blessings from my parents and say goodbye to them. I walk to the bus stop with my mom and siblings and patiently waiting for the bus. When the bus arrives, I get into the bus and sit with my friends. During the journey, we talk and laugh together. I reach school on time and greet my teachers and friends with a smile. Then I go to my classroom, sit at my desk and prepare for the morning assembly. During the morning assembly, I stand in a line with my classmate. Then we say prayer, take pledge, and listen to the news and important announcements. After assembly, we return to our classroom. In the classroom, I listen carefully to my teachers and write important points in my notebook. I try to answer the questions asked by our teachers and actively participate in classroom activities. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഇൻ്റർവെല്ലിന് വിടുമ്പോൾ വെള്ളം കുടിക്കുന്നു, അതുപോലെ വാഷ്റൂമിൽ പോകുന്നു, അതിനുശേഷം തിരിച്ചു വന്ന് നമ്മുടെ കൂട്ടുകാരോട് അല്പനേരം വർത്തമാനം പറയുന്നു, കളിക്കുന്നു, വീണ്ടും ബെല്ലടിക്കുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ കയറി നമ്മുടെ പഠനം തുടരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇൻ്റർവെൽ ടൈം, അപ്പോൾ അത് പറയാൻ വേണ്ടി ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ പറയണം, ഡ്യൂറിങ് ചേർത്ത് തന്നെ പറയാം. ഡ്യൂറിങ് ദ ബ്രേക്ക് ടൈം, during the break time, I drink water and go to the washroom. അപ്പോൾ വാഷ്റൂം നമ്മൾ ടോയ്ലറ്റ് എന്നാണ് പറഞ്ഞ് പഠിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ വാഷ്റൂം എന്ന് പറയണം. അതായത് ഒരു സിങ്ക് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ സിങ്ക് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ മറ്റേ യൂറിൻ പാസ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉള്ള ആ ഒരു റൂമിൽ നമ്മൾ വാഷ്റൂം എന്നാണ് പറയുക. വാഷ്റൂം, അപ്പോൾ ടോയ്ലറ്റിനേക്കാളും ഒരു വാഷ്റൂം എന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ പറയണം, ഡ്യൂറിങ് ദ ബ്രേക്ക് ടൈം I drink water and go to the washroom. Then I spend a few minutes talking and playing with my friends. ചെലവഴിക്കുന്നു അല്ലേ? Then I spend a few minutes talking and playing with my friends. When the bell rings again, അതായത് വീണ്ടും ബെല്ലടിക്കുമ്പോൾ, when the bell rings again, I return to my classroom and continue my studies.
ഞാൻ എൻ്റെ പഠനം തുടരുന്നു, ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ ചെല്ലുന്നു ആൻഡ് കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഡ്യൂറിങ് ദ ബ്രേക്ക് ടൈം ഐ ഡ്രിങ്ക് വാട്ടർ ആൻഡ് ഗോ ടു ദ വാഷ്റൂം. ദെൻ ഐ സ്പെൻഡ് ഫ്യൂ മിനിറ്റ്സ് talking and playing with my friends. When the bell rings again, I return to my classroom and continue my studies. ഇനി ഉച്ചസമയത്ത് ഞാൻ ലഞ്ച് കഴിക്കുന്നു, എൻ്റെ കൂട്ടുകാരോടൊത്ത് ലഞ്ച് കഴിക്കുന്നു. ഇനി ചില സമയത്തൊക്കെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറികളും ഒക്കെ കൈമാറാറുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറയും, കളിക്കും. ബെല്ലടിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഉച്ചസമയത്ത്, അപ്പോൾ നമ്മളതൊരു പ്രിപ്പോസിഷൻ ചേർത്താണ് പറയേണ്ടത് അല്ലേ. അറ്റ് നൂൺ ഉച്ചസമയത്ത് ഐ ഈറ്റ് മൈ ലഞ്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊത്ത് എൻ്റെ ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഐ ഈറ്റ് ലഞ്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. സംടൈംസ് വി ഷെയർ അവർ ഫുഡ്. ചില സമയത്തൊക്കെ ഞങ്ങൾ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. സംടൈംസ് വി ഷെയർ അവർ ഫുഡ്. ആഫ്റ്റർ ലഞ്ച്, അത് ലഞ്ചിന് ശേഷം, ഭക്ഷണത്തിന് ശേഷം, ആഫ്റ്റർ ലഞ്ച് ഐ ഡ്രിങ്ക് വാട്ടർ ആൻഡ് ഗോ ടു ദ വാഷ്റൂം. Then spend a few minutes talking and playing with my friends. When the bell rings, I go back to my classroom. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകും. When the bell rings, I go back to my classroom. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് പറഞ്ഞു നോക്കാം. At noon, I eat my lunch with my friends. Sometimes we share our food. Then after lunch, I drink water and go to the washroom. And then I spend a few minutes talking and playing with my friends. When the bell rings, I go back to my classroom. അതിനുശേഷം ഞാൻ ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ലാസ് റൂം ആക്ടിവിറ്റികളിലൊക്കെ ഞാൻ നന്നായിട്ട് പങ്കെടുക്കുന്നു. ഇനി അവസാനം ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളൊക്കെ ഒന്ന് എഴുതുന്നു, കുറിച്ച് വെക്കുന്നു. അതുപോലെ ടീച്ചേഴ്സ് പറഞ്ഞപ്പെട്ട പ്രധാനപ്പെട്ട നാളേക്ക് ചെയ്തുകൊണ്ട് വരേണ്ട അല്ലെങ്കിൽ ഇനി ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഞാനൊന്ന് കുറിച്ച് വെക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയണം. അപ്പോൾ നമ്മളതിനെ പറയും ഉച്ചയ്ക്ക് ഒരു afternoon അല്ലേ. In the afternoon I attend the remaining classes and complete my classwork and actively participate in classroom activities. In the afternoon I attend the remaining classes. In the afternoon I attend the remaining classes and complete my classwork. And I actively participate in various activities. Before the last bell, before the last bell, I write down my homework and note the important instructions given by my teachers. Before the last bell, I write down my homework and note the important instruction given by my teachers. ഇനി അതിനുശേഷം എന്താണ് സംഭവിക്കുക? നമ്മൾ അവസാനം ഫൈനൽ ബെല്ലടിച്ചു. അതെങ്കിലും അടിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്നുകൂടി എടുത്ത് പാക്ക് ചെയ്ത് വെച്ച് ബെല്ലടി ദേശീയഗാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടീച്ചറിനോട് നന്ദി പറഞ്ഞ്, കൂട്ടുകാരോട് നന്ദി പറഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ബസ്സിൽ കയറി വീട്ടിലേക്ക് യാത്രയാവും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. When the final bell rings, അതാണ് അവസാനം അല്ലേ. When the final bell rings, I pack my books and say thanks to my teachers and say goodbye to my friends. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്?
When the final bell rings, I pack my bags and thank my teachers and say goodbye to my friends. Finally, I get on the school bus and return home happily. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? When the final bell rings, I pack my books and thank my teachers and say goodbye to my friends. Finally, I get on the bus and return home happily. സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് എന്നോടൊപ്പം പറയാം. Good morning everyone. Good morning everyone. Today I am going to talk about my daily routine. Good morning everyone. Today I am going to talk about my daily routine. I usually wake up at 7 o'clock in the morning. At first, I thank God and pray for a happy day. Then I fold my blankets and arrange my bed neatly. After that, I brush my teeth, wash my face and take a bath. Next, I wear my school uniforms, comb my hair and get ready for school. I check my school timetable and pack the required textbooks, notebooks, stationery items, lunch box and water bottle in my bag. Before breakfast, I revise my lesson for a few minutes. Then I eat a healthy breakfast prepared by my mother. I usually eat dosa and chutney and drink a cup of tea. After breakfast, I take blessings from my parents and say goodbye to them. Then I walk to the bus stop with my mom and siblings. Then I waiting patiently for the school bus. When the school bus arrives, I get into the bus and sit with my friends. During the journey, we talk and laugh together. I reach the school on time, greet my teachers and friends with a smile. Then I go to my classroom, sit at my desk and prepare for the morning assembly. During the assembly, I stand in a line with my classmates. Then we say prayer, take pledge, and listen to the announcement and important news. After the assembly, we return to our classroom. In the classroom, I listen very carefully to my teachers and write the important points in my notebook. I try to answer the questions that asked by our teachers and actively participate in classroom activities. During the break time, I drink water and go to the washroom. Then I spend few minutes talking and playing with my friends. When the bell rings again, I return back to my classroom and continue my studies. At noon, I eat lunch with my friends. Sometimes we share our food. After lunch, I drink water and go to the washroom. Then I spend few minutes talking and playing with my friends. When the bell rings, I go back to my classroom. In the afternoon, I attend the remaining classes and write down the important points too in my notebook.
Then I try to answer the questions that asked by our teachers and actively participate in various classroom activities. Before the last bell, I complete my classwork and write down my homework and note the main instructions given by my teachers. When the final bell, when the last bell rings, I pack my books and thank my teachers and say goodbye to my friends. Then I get onto the bus and return home happily. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പറയാൻ ശ്രദ്ധിക്കേണ്ടത്. Dear friends, I hope this video helps you improve your English speaking skills and fluency. Practice these sentences daily. Try speaking in front of a mirror. Repeat the sentences loudly and confidently. അപ്പോൾ എല്ലാ ദിവസവും ഈ വാചകങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എഴുതി നോക്കുക, പറഞ്ഞു നോക്കുക. ട്രൈ സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു നോക്കുക. റിപ്പീറ്റ് ദ സെൻറ്റൻസസ് ലൗഡ്ലി, നന്നായിട്ട് ഉറക്കെ പറയുക, ആൻഡ് കോൺഫിഡൻ്റ്ലി. So if you enjoyed this class, like this video, share this video with your friends and subscribe my channel for more English fluency lessons. See you in the next class.